ഹായ് ഫ്രണ്ട്സ്, മുന്നൂസ് ആൻഡ് മോനൂസ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഓണമൊക്കെ എവിടെ വരെ ആയി? എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ? നമ്മുടെ പാടത്തും പറമ്പിലും എല്ലാം കണ്ടുവരുന്ന ഒരു ഔഷധമാണ് കൊടങ്ങല്. ഇതിനെക്കുറിച്ചുള്ള ഗുണങ്ങൾ നിങ്ങൾ ആരും അറിയാണ്ട് പോകരുത് കേട്ടോ. വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു പച്ചമരുന്നാണ് കൊടങ്ങല്. കൊടങ്ങല് കൊണ്ടുള്ള ഒരു ലേഹ്യം അല്ലെങ്കിൽ കുറുക്ക് എന്ന വീഡിയോയുമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിനായി ഞാൻ കുറച്ച് കുടങ്ങലൊക്കെ പാടത്തും പറമ്പിൽ നിന്നൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകണവേ. അതിൽ നമ്മൾ പുല്ലും കൂടെ ചേർത്താണ് അറിയാണ്ട് വരുന്നതേ കുടങ്ങൽ പറിച്ചെടുക്കുമ്പോൾ. അപ്പം നമ്മളത് നോക്കിയെല്ലാം വൃത്തിയായി വാഷ് ചെയ്ത് വേണം എല്ലാം ചെയ്യാൻ. കുടങ്ങൽ വെറും വയറ്റിൽ 4 ഇതൾ നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ്. തലചുറ്റലുള്ളവർക്കും BP ഒക്കെ ഉള്ളവർക്കും എല്ലാം നല്ലതാണ് കുടങ്ങൽ. ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ചതയ്ക്കണം. ആദ്യം ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കണവേ. എന്നിട്ട് വേണം അരമുറി തേങ്ങയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ. അത് നല്ലതുപോലെ അരയണം കേട്ടോ. രണ്ടും കൂടെ നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉണ്ട ചേർക്കുന്നത്. ഇതിന് സാധാരണയായി ഉണ്ടയല്ല കേട്ടോ ചേർക്കേണ്ടത്, കരിപ്പൂട്ടിയാണ്. ഇവിടെ കരിപ്പൂട്ടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉണ്ട ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളും അങ്ങനെ ചെയ്യണമെന്നില്ലേ. കാര്യമൊന്നും ഉണ്ടാവില്ല, കുട്ടികൾക്ക് കൊടുക്കേണ്ടതല്ലേ. അവർക്ക് കഴിക്കുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുമേ. അരയ്ക്കുന്ന കൂടുതൽ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് കുട്ടികളുടെ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും നല്ലതാണ്. എല്ലാവരും കഴിക്കുന്നത് നല്ലതാണ്. കർക്കിടക മാസം ആയതുകൊണ്ട് നമ്മൾ പച്ചമരുന്ന് ഏറ്റവും കൂടുതൽ ഉള്ളിൽ ചെല്ലുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഞാനിവിടെ ഉണ്ടയാണ് എടുക്കുന്നത്. അത് നല്ലതുപോലെ അരിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിലിട്ട് കലക്കി എടുത്തിട്ടാണ് ഇത് ഒഴിക്കുന്നത്. സാധാരണയായിട്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് പാവ് കാച്ചി ഒഴിക്കും. രണ്ടും നല്ലതാണ്. എന്ത് ചെയ്താലും ഇത് അരിച്ചെടുക്കണം. കാരണം വേറെ അതിൻ്റെ അകത്തെ അഴുക്കുകളൊന്നും നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അലൂമിനിയത്തിൻ്റെയോ വേറെ ഒരു പാത്രവും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. സാധാരണ ലേഹ്യം കുറുക്കുമൊക്കെ നമ്മൾ പച്ചമരുന്നെല്ലാം ഉണ്ടാക്കുന്നത് ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് കേട്ടോ. നിങ്ങളെല്ലാവരും വല്ലപ്പോഴെങ്കിലും 2 ഇലയെടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് തേങ്ങ ചേർക്കണമെന്നൊന്നുമില്ല. ഈ കുറുക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. ഉണ്ടയൊക്കെ ഞാൻ കലക്കി എടുക്കുകയാണ്. നല്ലതുപോലെ കലക്കി എടുത്തിട്ട് നമ്മൾ അരിപ്പ കൊണ്ടൊന്ന് അരിച്ചാണ് എടുക്കുന്നത്. നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണം. ഇനി നമുക്കിത് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഒരു ഇത്തിരി ഉപ്പും 2 ഏലക്കായും ചേർക്കണവേ. എന്നിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. അടിയിലൊന്നും പിടിക്കരുതേ. ചെറിയ തീയിലാണ് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെക്കുന്നത്. ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അടിയിൽ പിടിക്കാൻ പാടില്ല, പിന്നെ കൊള്ളില്ല കേട്ടോ കഴിക്കാനൊന്നുവേ. അവസാനം ആകുമ്പോൾ നമ്മൾ ഇത്തിരി നെയ്യും കൂടെ ചേർക്കണത് ആരും മറക്കരുത് കേട്ടോ. നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം. അതുകൂട്ട് തന്നെ ഇത് കഴിക്കുന്നത് നമ്മൾ അത്താഴകൂട് കഴിഞ്ഞിട്ടാണ് കേട്ടോ പച്ചമരുന്ന് ഉള്ളിൽ കഴിക്കുന്നത്. കാരണം എന്നാലേ നമ്മുടെ ശരീരത്തിൽ പിടിക്കത്തുള്ളൂ. 1 സ്പൂൺ വീതമാണ്. ബാക്കി വരുന്ന ഒരു ഡപ്പയിലിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. കുപ്പിഭരണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കാം. 3-4 ദിവസമൊക്കെ കഴിക്കാം. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ.